ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ പ്രോമോയിൽ കണ്ട ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ലൈവിൽ നടന്നത്. ഈ ഒരു ടാസ്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപ്റ്റൻ എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സ് എല്ലാം ഒരു ബോക്സിലാക്കി ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓടി ആ ബോർഡിൽ കൊണ്ടുപോയി ഓരോ ലെറ്റേഴ്സ് ആയിട്ട് വെക്കണം, ഓരോ അക്ഷരങ്ങളായിട്ട് അതിൽ പോയി പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക്. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം, പക്ഷെ ഒരെണ്ണം വെച്ചിട്ടേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ബോക്സിൽ നിന്നും ഒരു ലെറ്റർ വെച്ചിട്ടേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബിന്നി, ആര്യൻ, അക്ബർ ഇവര് 3 പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്ക് കളിച്ചത്. ഇതില് ആര്യൻ ജയിക്കുമെന്ന് ഞാൻ വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നത് കേട്ടോ. ആര്യൻ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടാസ്ക് ആണ്, സ്പീഡാണ് ആര്യന്റെ മെയിൻ ഒരു സംഭവം. അപ്പൊ ആര്യൻ രണ്ടാമത് ക്യാപ്റ്റൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ക്യാപ്റ്റൻ ആയത്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ആയത് ബിന്നിയാണ്. ബിഗ് ബോസ് വീടിന്റെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ. എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് ബിന്നി ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിച്ചത്. ഇത് മാത്രമല്ല, നോമിനേഷൻ മുക്തി എന്നൊരു നേട്ടവും ബിന്നിക്ക് ലഭിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻസിയിലൂടെ വരുന്ന ഒരു നോമിനേഷൻ മുക്തി അതുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ടാസ്ക് കളിച്ച് നേടിയ ആ ഒരു ഇമ്മ്യൂണിറ്റി പവറും ഉണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഫാമിലി വീക്കില് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് പുള്ളിക്ക് 1 വീക്ക് നിൽക്കാനായിട്ടുള്ള ആ ഒരു കാർഡും ബിന്നിക്ക് ലഭിച്ചിട്ടുണ്ട്. ടാസ്കുകളിലെ ബിന്നിയുടെ പ്രകടനം എത്രത്തോളം മികച്ചതാണ് എന്ന് തുറന്നു കാണിക്കുന്ന സംഭവമാണ് കേട്ടോ ഇത്. വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് ബിന്നി ക്യാപ്റ്റനായത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കിഡിലും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കിലാണെങ്കിലും അക്ബറിനെ തകർത്തെറിഞ്ഞ് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ നേടിയെടുത്തതാണ് ബിന്നി. അപ്പോൾ വളരെ മികച്ച രീതിയിൽ അവിടുത്തെ സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറ്റവും മികച്ച രീതിയിൽ ടാസ്കുകൾ ചെയ്യുന്നത് ബിന്നിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ബിന്നിക്ക് നല്ല ഒന്നാന്തരം കോൾ അടിച്ചു. ക്യാപ്റ്റൻസിയിലൂടെ വരുന്ന നോമിനേഷൻ മുക്തിയും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവറും 2 ആഴ്ചയാണ് ബിന്നിക്ക് നീട്ടി കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരാഴ്ച ഹസ്ബൻഡിന്റെ കൂടെ ഹൗസിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അതുല്യ നേട്ടവും. എന്താ അല്ലേ, വേറെ എന്നാ വേണം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീഡിയോ